ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ നൽകിയ കണക്കനുസരിച്ച് 91.97% പോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ മെയ് 4-ന്. കേരളത്തിൽ കനത്ത ചൂടിന് ആശ്വാസമായി വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തിയാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി ആരോഗ്യവകുപ്പ്. പരമാവധി ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ നൽകിയ കണക്കനുസരിച്ച് 91.97% പോളിംഗ്. 93.62% പേർ വോട്ട് രേഖപ്പെടുത്തിയ പൂർബ ബർധമാൻ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 7 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 142 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 1448 സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പശ്ചിമബംഗാളിൽ നടന്ന ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ 93.19% എന്ന റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. മെയ് 4-നാണ് വോട്ടെണ്ണൽ. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളാവും ആദ്യം എണ്ണുക. 30 മിനിറ്റുകൾക്ക് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കും. കൌണ്ടിംഗ് ഏജന്റുമാരുടെ പട്ടിക വോട്ടെണ്ണൽ തീയതിക്ക് 3 ദിവസം മുൻപായി റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം. ഓരോ ഏജന്റിനുമുള്ള ഐഡന്റിറ്റി കാർഡുകൾ റിട്ടേണിംഗ് ഓഫീസർമാർ തയ്യാറാക്കി സ്ഥാനാർത്ഥികൾക്ക് കൈമാറും. മോട്ടോർ വാഹന ചട്ടങ്ങളിൽ നിർണായക ഭേദഗതികളുമായി കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി സൌഹൃദ ഇന്ധനങ്ങളായ എഥനോൾ, ബയോഫ്യൂവൽ എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് 1989-ലെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നത്. ഇതു സംബന്ധിച്ച് കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. രാജ്യത്തുടനീളം LPG വിതരണം സുഗമമായി തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ LPG ബുക്കിംഗുകളും ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഗാർഹിക LPG വിതരണവും എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. LPG डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है. ऑनलाइन बुकिंग ऑल टाइम हाई है. इसी तरह जो DAC बेस्ड LPG डोमेस्टिक LPG सिलेंडर डिलीवरीज हैं वो भी ऑल टाइम हाई है. कमर्शियल LPG की सप्लाई में कुछ इफेक्ट है और 70% तक रिस्टोर की जा चुकी है. अप्रैल के महीने में अब तक 1,84,000 टन से अधिक कमर्शियल LPG की सेल हुई है और कल भी 8,838 टन कमर्शियल LPG की सेल हुई है. इसी तरह ऑटो LPG की सेल में भी काफी वृद्धि देखी जा रही है. अप्रैल के महीने में लगभग 353 टन पर डे की सेल है. വാണിജ്യ LPG വിതരണം 70% വരെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും ഏപ്രിൽ മാസത്തിൽ മാത്രം 1,84,000 ടണ്ണിലധികം വാണിജ്യ LPG വിതരണം ചെയ്തതായും മന്ത്രാലയ സെക്രട്ടറി അറിയിച്ചു. 5 കിലോ സിലിണ്ടറുകളുടെ വിതരണം ഇരട്ടിയായതായും ശ്രീമതി സുജാത ശർമ്മ വ്യക്തമാക്കി. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി ആരോഗ്യവകുപ്പ്. പരമാവധി ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിലവിൽ 151 സർക്കാർ ആശുപത്രികളിലും 150 സ്വകാര്യ ആശുപത്രികളിലും ആന്റിവെനം ലഭ്യമാണ്. ആശുപത്രികളിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള വിദൂര മേഖലകളിലെ PHCകളിലും CHCകളിലും ആന്റിവെനം ലഭ്യമാക്കും. പാമ്പുകടിയേറ്റവരെ കനിവ് 108 ആംബുലൻസ് വഴി എത്രയും പെട്ടെന്ന് ആശുപത്രികളിൽ എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉത്തരവ് പുറത്തിറക്കി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരമാണ് നടപടി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ അധ്യാപിക നൽകിയ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പരാതിയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ. അപകടകരമായ സാഹചര്യത്തിലായിരുന്നു വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണമെന്നും അഗ്നിപ്രതിരോധ സംവിധാനങ്ങൾ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും കമ്മീഷൻ വിലയിരുത്തി. സൈനിക ക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B അശോകിന് സസ്പെൻഷൻ. അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം സസ്പെൻഷൻ ചട്ടവിരുദ്ധമെന്ന് B അശോക് പ്രതികരിച്ചു. ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ലെന്നും അശോക് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വേനൽ മഴ ശക്തമായതോടെ ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നതും ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുതെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ഇടുക്കി, വണ്ടിപ്പെരിയാർ, മ്ലാമല മേഖലയിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി, വണ്ടിപ്പെരിയാർ, മ്ലാമല, നാലുകണ്ടത്ത് വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നശിച്ചു. പൂണ്ടിക്കുളത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണും വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകിയും ഗതാഗത തടസ്സം നേരിട്ടു. ശാന്തിപ്പാലത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് കാറ്റിൽ തകരുകയും മ്ലാമല, മൂങ്കലാർ, കീരിക്കര ഭാഗങ്ങളിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. കനത്ത മഴയിലും കാറ്റിലും പെട്ട് മേഖലയിലെ ഏലം, കുരുമുളക് ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് വലിയ തോതിലുള്ള നാശമുണ്ടായിട്ടുണ്ട്. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി എത്തിയ മഴ നിമിഷങ്ങൾക്കകം തന്നെ നാടിനെ ദുരിതത്തിലാഴ്ത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലവിൽ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനും നാശനഷ്ടങ്ങൾ കണക്കാക്കാനുമുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. മുംബൈയിലാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ രാജസ്ഥാൻ റോയൽസ് 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയം സ്വാതി തിരുനാൾ സംഗീതോത്സവത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംഗീതാർച്ചന മെയ് 1 തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 9 മണി മുതൽ കോട്ടയ്ക്കകം ലെവി ഹാളിലായിരിക്കും പരിപാടികൾ. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ഇടുക്കി, പെരിയാർ, കടുവ സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിൽ മെയ് 1 നടക്കുന്ന ചിത്ര പൌർണമി ഉത്സവത്തിനുള്ള ക്രമീകരണങ്ങൾ അവസാനഘട്ടത്തിൽ. ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പ്രവേശനം അനുവദിക്കും. ദർശനം കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയോടെ എല്ലാ ഭക്തരും വനമേഖലയിൽ നിന്ന് തിരിച്ചിറങ്ങേണ്ടതാണ്. രാത്രി വനത്തിനുള്ളിൽ തങ്ങാൻ ആരെയും അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 609 പോയിന്റ് നേട്ടത്തിൽ 77,496-ലും നിഫ്റ്റി 182 പോയിന്റ് ഉയർന്ന് 24,177-ലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ ഉയർന്ന സ്വർണ്ണവില ഇന്ന് ഉച്ചതിരിഞ്ഞ് 680 രൂപ കുറഞ്ഞു. പവന് 1,10,320 രൂപയും ഗ്രാമിന് 13,790 രൂപയുമാണ് നിലവിൽ വില. വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കര ജലശുദ്ധീകരണശാലയിലെയും വെള്ളയമ്പലം പൈപ്പ് ലൈനിലെയും നാളെ നടക്കാനിരുന്ന അറ്റകുറ്റപ്പണികൾ സാങ്കേതിക കാരണങ്ങളാൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ജലവിതരണം സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ നൽകിയ കണക്കനുസരിച്ച് 91.97% പോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ മെയ് 4. കേരളത്തിൽ കനത്ത ചൂടിന് ആശ്വാസമായി വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തിയാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി ആരോഗ്യവകുപ്പ്. പരമാവധി ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.